വീട് വെച്ച് നൽകാൻ പണപ്പിരിവ് നടത്തി കോൺഗ്രസ് തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം. തൃശൂർ മുരിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK ബാലകൃഷ്ണന്റെ പേരിലായിരുന്നു ഓൺലൈൻ പണപ്പിരിവ്. ലക്ഷങ്ങൾ പിരിച്ചെടുത്ത കോൺഗ്രസുകാർ പണം മുക്കിയെന്ന് കുടുംബം ആരോപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് പണം പിരിച്ച രീതിയിലായിരുന്നു മുരിയാട് കോൺഗ്രസുകാർ പണപ്പിരിവ് നടത്തിയത്. ഓൺലൈനായിട്ട് ലക്ഷങ്ങളാണ് പിരിച്ചെടുത്തത്. ഒപ്പം നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും നേരിട്ടും പണം സമാഹരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാലകൃഷ്ണന്റെ പേരിലായിരുന്നു പണപ്പിരിവ്. 2023 വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തിയത്. പ്രത്യേക മാപ്പടക്കം തയ്യാറാക്കി പണപ്പിരിവ് നടത്തിയെങ്കിലും ഇതുവരെയായിട്ടും കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ കോൺഗ്രസുകാർ തയ്യാറായിട്ടില്ല. മുരിയാട് പോശ്ശേരി ഹാളിൽ വെച്ചിട്ട്, അമ്പലത്തിൻ്റെ ഹാളിൽ വെച്ചിട്ട് അച്ഛന് സ്വീകരണം കൊടുക്കലും അവർ വീട് 6 മാസത്തിനുള്ളിൽ വീട് വാഗ്ദാനം ചെയ്തതാണ്. പിന്നെ നാളെ ഇതുവരെയായിട്ടും അച്ഛന് വീട് കൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ടായില്ല. പൈസ ആപ്പിലൂടെയാണ് പിരിച്ചേക്കുന്നത്. കുറേ ആൾക്കാർ ജനങ്ങൾ പൈസ ഇട്ടിട്ടുണ്ട്. പിന്നെ കയ്യിലും കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ആൾക്കാർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയും കേട്ടു. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല. ആപ്പ് മുഖേനയാണ് നമ്മളിതൊക്കെ അറിയണത്. 2,55,000 അത്ര രൂപ കാണിച്ചായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, ആപ്പ് മാത്രമേ ഉള്ളൂ. VK ബാലകൃഷ്ണന്റെ പേരുപയോഗിച്ച് പണം പിരിച്ച ശേഷം കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. 2.5 ലക്ഷം രൂപ വരെ ആപ്പിലൂടെ ലഭിച്ചതായി അറിവുണ്ടെന്നും കുടുംബം പറയുന്നു. അല്ലാതെ പിരിച്ച പണത്തിന്റെ കണക്കിൽ കുടുംബത്തിന് വ്യക്തതയില്ല. 6 മാസം മുമ്പ് ബാലകൃഷ്ണൻ മരിച്ചിരുന്നു. ബാലകൃഷ്ണന്റെ ഭാര്യ അർബുദ രോഗബാധയെ തുടർന്ന് കിടപ്പിലാണ്. ബാലകൃഷ്ണന്റെ കുടുംബം ഇപ്പോഴും കഴിയുന്നത് വാടക വീട്ടിലാണ്. കോൺഗ്രസുകാർ ചെയ്തത് കൊടും ചതിയാണെന്നും കുടുംബം പറയുന്നു. ജനം, തൃശൂർ.